എക്കണോമിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പൊ നമ്മൾ മൊത്തം ഇത് +2 എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള 5ാമത്തെ ക്ലാസ് ആണെന്ന് ഓർത്തുകൊള്ളാം. അപ്പം കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള പാഠത്തിലെ നമ്മൾ ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇനി ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. അതിലെ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ, ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം. ഡിമാൻഡിന്റെ മലയാളമാണ് ചോദനം എന്നാൽ എന്താണെന്നാണ്. ഡിമാൻഡ് എന്നാൽ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ABC എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് എന്നാൽ എന്ത്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, ചോദനത്തിന്റെ നിർണായക ഘടകങ്ങൾ ഏതൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് വന്ന് ചോദിക്കാവുന്ന ഒരു എസ്സേ വരെ ആക്കാവുന്ന ABCD എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചെറിയതായിട്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ട് ലാസ്റ്റ് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, ചോദനം, ഡിമാൻഡ് എന്നാൽ എന്താണ്? ചോദനം എന്ന വാക്കിനേക്കാൾ നമുക്ക് എളുപ്പം ഡിമാൻഡ് എന്ന് തന്നെ ആയിരിക്കും, നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ്. പക്ഷെ നമ്മളിത് കേൾക്കുമ്പോൾ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ കിട്ടാനില്ലാത്ത അവസ്ഥയെ നമുക്ക് ഡിമാൻഡ് എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത്. സാധാരണക്കാർ പറയാം ഡിമാൻഡ്, ആ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കിട്ടാനില്ലാത്ത അവസ്ഥ. എന്നാൽ അതല്ല, അതെന്ത് ചെയ്യാണ്, അത് വാങ്ങുന്ന, നമ്മളൊരു സാധനം വാങ്ങുന്ന അളവിനെയാണ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുക. നോക്കാം, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങുന്ന അളവിനെ, വാങ്ങുന്ന ആളെ നമ്മൾ എന്താ പറയാ, ഉപഭോക്താവ് എന്നാണ് പറയാ. അപ്പൊ ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെയാണ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയാം. എന്താണ്, ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെയാണ് ആ സാധനത്തിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് കൃത്യമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു നിശ്ചിത സമയം കൊടുക്കുമ്പോഴേ, ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഒക്കെ വ്യത്യാസമുണ്ട്. ഒരു നിശ്ചിത സമയത്ത്, ഒരു ദിവസത്തേക്കുള്ളത് പോലെ ഒരു മാസത്തേക്ക്, ഒരു മാസത്തേക്കുള്ളത് ഒരു വർഷത്തേക്ക്. അപ്പൊ ആ സമയമുണ്ട്, ഒരു നിശ്ചിത സമയത്ത്. അതേപോലെ തന്നെ വില, ഒരു നിശ്ചിത വിലക്ക്. അപ്പൊ സമയം വിലയും കൊടുക്കുമ്പോഴേ, അപ്പോഴാണ് അതിന്റെ വാക്ക് കറക്റ്റ് ആകുക. അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം, ഡിമാൻഡ് എന്നാൽ എന്താ വെച്ചാൽ ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലക്ക് ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെയാണ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് കണക്കായി എന്തൊക്കെയാണ്, ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലക്ക് ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെയാണ് അതിന്റെ ഡിമാൻഡ് എന്ന് പറയുക. അപ്പൊ ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ വേണം. ഇത് നിങ്ങളിപ്പോ എന്ത് ചെയ്യാണ്, ഇങ്ങനെ എഴുതിയെടുക്കരുത്. നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ട്സ് ആയിട്ട് മാത്രമായിട്ട് എന്ത് ചെയ്യാണ്, മ്യൂസിക്കോട് കൂടിയുള്ള നോട്ട്സ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ പിന്നിൽ കൊടുക്കുന്നുണ്ട്, ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നോട്ട് ചെയ്താൽ ഇപ്പൊ ക്ലാസ്സുകൾ കാണാം. അപ്പൊ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കാം. ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം ഉണ്ടാവണമെങ്കിൽ, നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ, വാങ്ങുന്ന അളവാണല്ലോ ചോദനം. അപ്പൊ വാങ്ങണമെങ്കിൽ എന്തൊക്കെ വേണം, നമുക്ക് ആ സാധനം, ഒന്നാമത് നമുക്ക് ആ സാധനം ആവശ്യം വേണം, അല്ലെ? ആവശ്യം വേണം. ഒരു സാധനം നമ്മൾ വാങ്ങണമെങ്കിൽ, അതിന് ചോദനം ഉണ്ടാവണമെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം വേണം. ആവശ്യം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആ സാധനം വാങ്ങുന്നത്. അപ്പൊ ഒരു സാധനത്തിന് ചോദനം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തത് അതിന് ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം വേണം. എന്നാൽ നമ്മൾ നോക്കാം, ഈ ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മൾ അങ്ങാടിയിലൂടെ ഒന്ന് പോയി നോക്കി, അങ്ങാടിയിലുള്ള കാണുന്ന രണ്ട് സൈഡിലും കാണുന്ന കടയിലുള്ള എല്ലാ സാധനവും നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മൾക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതെല്ലാം വാങ്ങിക്കൊണ്ടാണോ വരുന്നത്? പക്ഷെ ആവശ്യം ഉണ്ടായാൽ മാത്രം പോരാ, അത് ചോദനമാവണമെങ്കിൽ മറ്റെന്തൊക്കെ വേണം, ആവശ്യം വേണം. അതേസമയം തന്നെ അത് വാങ്ങാനുള്ള കഴിവ്, അല്ലെ? പണം അല്ലെങ്കിൽ പണം പോലെയുള്ള മറ്റെന്തെങ്കിലും ഒരു കഴിവ്, അത് നമുക്ക് ആവശ്യം ഉണ്ടായാൽ തന്നെ അത് വാങ്ങാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പൊ ആവശ്യം വേണം, അത് വാങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ പണം നമുക്ക് വേണം. എന്നാൽ നമ്മൾ നോക്കാം, ആവശ്യമുണ്ട്, നമ്മുടെ കയ്യിൽ പണമുണ്ട്, എന്നാൽ അതുകൊണ്ട് മുഴുവൻ നമ്മൾ ചോദനമാവുന്നുണ്ടോ, അത് വാങ്ങുന്നുണ്ടോ? പല ആൾക്കാരും, നമ്മൾ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിലൊക്കെ കാണാം, വലിയ വലിയ മുതലാളിമാരെ കുട്ടികൾ എന്ത് ചെയ്യാണ്, ചിര പൊലിപ്പിച്ച് ട്രൗസർ മൂട് പൊടിച്ച് ഇങ്ങനെ നടക്കുന്നത് കാണാം. അപ്പൊ അവർക്ക് അത് ട്രൗസർ ആവശ്യമില്ലാഞ്ഞിട്ടാണോ, അവരെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഇത് രണ്ടുമല്ല, ആവശ്യമുണ്ട്, പൈസയുണ്ട്, എന്നാലും ചിലപ്പോൾ നമ്മൾ അത് വാങ്ങില്ലാന്ന്. കാരണം എന്താണ്, ഈ പണത്തെ അല്ലെങ്കിൽ ഈ കഴിവിനെ ചെലവാക്കാനുള്ള സന്നദ്ധത, അല്ലെ? മനസ്സുകൂടെ നമുക്ക് വേണം, സന്നദ്ധത, അല്ലെ? പണം ചെലവാക്കാനുള്ള അല്ലെങ്കിൽ കഴിവിനെ പ്രകടമാക്കാനുള്ള സന്നദ്ധത കൂടി വേണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഒരു സാധനത്തിന് ചോദനം ഉണ്ടാവുള്ളൂ. ഒരു സാധനത്തിന് ചോദനം ഉണ്ടാവണമെങ്കിൽ അതിന് ആവശ്യം വേണം, പണം അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള കഴിവ് വേണം. ഈ പണത്തെ അല്ലെങ്കിൽ ഈ കഴിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സന്നദ്ധത അല്ലെങ്കിൽ മനസ്സുകൂടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു സാധനത്തിന് ചോദനം ഉണ്ടാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിലും ഡിമാൻഡ് എന്നാൽ എന്ത് വെച്ചാൽ നമുക്ക് ഇത്ര പറയാം, ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത വിലയ്ക്ക് ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവിനെയാണ്
അതിന്റെ ചോദനം എന്ന് പറയുന്നത്. ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചോദനയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യമാണ് ഈ പറയുന്നത്. അത് പലപ്പോഴും ഇതിനെ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ കൂട്ടി വലിച്ചിട്ട് ഡിമാൻഡ് എന്നാൽ എന്താണ്, ഡിമാൻഡിന്റെ നിർണായക ഘടകങ്ങൾ ഏതെല്ലാം, അതൊക്കെ താഴെ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ്. അപ്പൊ നമ്മൾ ബോർഡിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ണാക്കുന്നത്. ചോദനത്തിന്റെ നിർണായക ഘടകങ്ങൾ, ഡിമാൻഡിന്റെ നിർണായക ഘടകങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങുന്ന അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, നമ്മൾ അതിന് എത്ര അളവ് വാങ്ങണം എന്ന് സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ചോദനത്തിന്റെ നിർണായക ഘടകങ്ങൾ. പല ഘടകങ്ങളുണ്ട്, ധാരാളം ഘടകങ്ങളുണ്ട്. നമ്മുടെ പുസ്തകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, ധാരാളം ഉണ്ട്, കുറച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ അത് നിർണായക ഘടകമാണ് വില. നമുക്കെല്ലാവർക്കും അറിയാം, വിലയ്ക്ക് അനുസരിച്ചാണ് നമ്മളൊരു സാധനം വാങ്ങുന്നത്. വില കൂടുന്ന സമയത്ത് നമ്മൾ ആ സാധനത്തിന്റെ അളവ് കുറയും, വില കുറഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം വില എന്നുള്ളത് ഒരു ഡിറ്റർമിനൻസ് ആണ്. രണ്ടാമത്തത് വരുമാനം. വരുമാനം ഒരാളുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കും നമ്മൾ സാധനങ്ങളുടെ അളവ് വാങ്ങുന്നത്. ഒരു തീരെ വരുമാനം ഇല്ലാത്ത ആൾക്ക് നമുക്കത് വാങ്ങാൻ കഴിയില്ല, വരുമാനം കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും. അപ്പൊ അയാളുടെ കഴിവിനെ കാണിക്കുന്നതാണ് വരുമാനം. അപ്പൊ വരുമാനം ഒരു നിർണായക ഘടകമാണ്. മൂന്നാമത്തത് മറ്റ് സാധനങ്ങളുടെ വിലകൾ. അപ്പൊ ഈ സാധനത്തിൽ നമ്മൾ വാങ്ങുന്ന അളവിനെ സ്വാധീനിക്കാം, മറ്റു സാധനങ്ങളുടെ വിലകൾക്ക് സ്വാധീനിക്കും. കാരണം ഉദാഹരണം നമ്മൾ എന്ത് ചെയ്യാണ്, കാപ്പിക്കും ചായക്കും 5 രൂപയാണ് വിചാരിക്കാം, കാപ്പിക്ക് 5 രൂപ ചായക്ക് 5 രൂപ എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കാപ്പി 10 ആള് വാങ്ങിയിരുന്നു, ചായയും 10 ആള് വാങ്ങിയിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ കാപ്പിയുടെ വില എന്ത് ചെയ്തു, 5 രൂപ ഉള്ളത് 8 രൂപയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോകും. അപ്പൊ ഇപ്പോഴും ചായക്ക് 5 രൂപയാണ്. ഇപ്പൊ ഇവിടെ ചിലപ്പോ ഇവിടുന്ന് 5 ആളായിട്ട് പോയാൽ ഇവിടെ 10 ആള് വാങ്ങാൻ സാധിക്കും. അപ്പൊ അതായത് ഒരു സാധനത്തിന്റെ വിലയിലുണ്ടാവുന്ന വർധന വേറൊരു സാധനത്തിന്റെ ചോദനം വർദ്ധിപ്പിച്ചേക്കാം. നമ്മൾ ഈ സാധനം വില കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ സാധനം ഒഴിവാക്കിയിട്ട് വേറെ സാധനം വാങ്ങാൻ പോകും. അപ്പൊ അത് വാങ്ങുന്ന അളവ് വ്യത്യാസപ്പെടും. അപ്പൊ അത് രണ്ട് രീതി സ്വാധീനിക്കാറുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. അത് പിന്നീട് വേറൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ മറ്റു സാധനങ്ങളുടെ വിലകൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനത്തിന് വാങ്ങുന്ന അളവിനെ നിർണ്ണയിക്കുന്നുണ്ട്. നാലാമത്തത് അഭിരുചിയും, ഉപഭോക്താവിന്റെ അഭിരുചിയും മുൻഗണനയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പൊ സാധനം വാങ്ങുന്ന നമ്മളൊരു സാധനത്തോട് ഇഷ്ടമുണ്ടെങ്കിലേ നമ്മൾ ആ സാധനം വാങ്ങുള്ളൂ, അല്ലെ? നമുക്കിപ്പോ എന്ത് ചെയ്യാണ്, ചില സാധനങ്ങളോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും, അപ്പൊ നമ്മൾ ആ സാധനം കൂടുതൽ വാങ്ങും. ചില സാധനം നമുക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. ചില ആൾക്കാർ മീനൊക്കെ അറിയാം, ചില ആൾക്കാർ മീൻ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കും, പിന്നെ അത് വാങ്ങൂല. അപ്പൊ അതിനോടുള്ള ടേസ്റ്റ്, അതിനൊരു പ്രിഫറൻസ്, നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ്, ഇതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെയാണ് കാര്യമായിട്ട് ഈ പരസ്യക്കാരൊക്കെ സ്വാധീനിക്കുന്നത്, അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനെയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കാലാവസ്ഥ മറ്റൊരു നിർണായക ഘടകമാണ്. കാരണം അറിയാം, നമ്മൾ എന്ത് ചെയ്യാണ്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വാങ്ങുന്ന അളവ് മാറ്റപ്പെടുന്ന സാധനമുണ്ട്. ഇപ്പൊ കൂൾ ബാറൊക്കെ ആണെന്ന് നോക്കി നിങ്ങൾ, കൂൾ ബാറൊക്കെ എന്ത് ചെയ്യാണ്, വേനൽക്കാലത്ത് നല്ല പോലെ വർക്ക് ചെയ്യും, അല്ലെ? ധാരാളം. എന്നാൽ മഴക്കാലമായാലോ കൂൾ ബാറൊക്കെ അടഞ്ഞു കിടക്കുന്നു. അതേപോലെ പുതപ്പ് വിൽക്കുന്ന ആൾക്കാർ നോക്കി നിങ്ങൾ, വേനൽക്കാലത്ത് പുതപ്പ് വിൽക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എന്നാൽ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് പുതപ്പ് കൂടുതൽ വിൽക്കുന്നു. അപ്പൊ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് സാധനങ്ങൾ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പുതിയ വസ്തുക്കളുടെ കണ്ടുപിടുത്തം, സർക്കാരിന്റെ നികുതി നയം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സ്വാധീനിക്കാറുണ്ട്. തൽക്കാലം നമുക്ക് ഇത്ര മതി. ചോദനത്തിന്റെ നിർണായക ഘടകങ്ങൾ വില, വരുമാനം, മറ്റു സാധനങ്ങളുടെ വിലകൾ, അഭിരുചിയും മുൻഗണനയും കാലാവസ്ഥ. ഏതെങ്കിലും 4 ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഒരിക്കൽ കൂടെ വില, വരുമാനം, മറ്റു സാധനങ്ങളുടെ വിലകൾ, അഭിരുചിയും മുൻഗണനയും കാലാവസ്ഥ. ഇത് ചോദനത്തിന്റെ നിർണായക ഘടകം, ഡിമാൻഡിന്റെ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഡിമാൻഡിന്റെ നിർണായക ഘടകങ്ങൾ എന്നറിയപ്പെടുന്ന സംഭവം ഇതാണ്. ചോദനവുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദന നിയമം പ്രസ്താവിക്കുക. ലോ ഓഫ് ഡിമാൻഡ് പ്രസ്താവിക്കുക. ചോദനവുമായി ബന്ധപ്പെട്ട നിയമമാണ്. ചോദനവുമായി ബന്ധപ്പെട്ട നിയമം എന്താ വെച്ചാൽ, വിലയും ചോദന തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ചോദന നിയമം. വിലയും ചോദന തമ്മിലുള്ള ഒരു ബന്ധം, വാങ്ങുന്നതും വിലയും തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ഒരു വിപരീത ബന്ധം, ആ വിപരീത ബന്ധത്തെ കാണിക്കുന്നതാണ് ചോദന. നമുക്കറിയാം, ഇത് നല്ല ചട്ടയായിരിക്കും. ഒരു ഭാഗം കൂടുമ്പോൾ ഒരു ഭാഗം കുറയും, ഒരു ഭാഗം
വില കൂടുമ്പോൾ ചോദനം കുറയും, വില കുറയുമ്പോൾ ചോദനം കുറയും. അപ്പൊ ആ സംഭവത്തെയാണ് നമ്മൾ ചോദന നിയമത്തിലൂടെ പ്രസ്താവിക്കുന്നത്. അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും മാറാതിരുന്നാൽ വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധമായിരിക്കും. വിലയും ചോദനവും തമ്മിൽ എങ്ങനെയുള്ള ഒരു ബന്ധമാണ്? വിപരീത ബന്ധമായിരിക്കും. ആ വിപരീത ബന്ധം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. എന്താണ് ആ വിപരീത ബന്ധം? വില കൂടുമ്പോൾ ചോദനം കുറയുന്നു, വില കുറയുമ്പോൾ ചോദനം കൂടുന്നു. രണ്ടും പറയുമ്പോൾ നോക്കണം, രണ്ടും വിലയിൽ തുടങ്ങണം. അല്ലെങ്കിൽ വില കൂടുമ്പോൾ ചോദനം കുറയുന്നു, ചോദനം കുറയുമ്പോൾ വില കൂടുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നായിരിക്കും. രണ്ടും തുടങ്ങുന്നത് ഒരു സെക്കൻഡാണ്. വില കൂടുമ്പോൾ ചോദനത്തിന് എന്ത് സംഭവിക്കും? ചോദനം കുറയും. വില കുറയുമ്പോൾ ചോദനം കുറയും. അത് ആക്കി മാറ്റിയാൽ ചോദനം. മറ്റു കാര്യങ്ങൾ മാറ്റില്ല, അല്ലെങ്കിൽ വിലയും ചോദനം തമ്മിൽ വിപരീത ബന്ധമായിരിക്കും. എന്നിട്ട് ആ വിപരീത ബന്ധം എന്താണ് പറഞ്ഞത്? ഇതിനെയാണ് ചോദന നിയമം. ഒന്നുകൂടെ നോക്കാം ഈ ചോദ്യത്തിന് ഉത്തരം. ചോദന നിയമം എന്താണ്? മറ്റു കാര്യങ്ങൾ മാറ്റില്ലാതിരുന്നാൽ ചോദനം തമ്മിൽ ഒരു വിപരീത ബന്ധമായിരിക്കും. ആ വിപരീത ബന്ധത്തെ കാണിക്കുന്നതാണ് ചോദന നിയമം. ആ വിപരീത ബന്ധം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇതൊക്കെയാണ്. വില കൂടുമ്പോൾ ചോദനം പറയും, വില പറയുമ്പോൾ വളരെ എളുപ്പമാണ്. വിലയും ചോദനം തമ്മിൽ ആ വിപരീത ബന്ധം പറഞ്ഞു. വില കൂടുമ്പോൾ ഒന്ന് പറയും, ഒന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ചോദന. നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന് ചിലപ്പോൾ ഇംഗ്ലീഷിനെ തന്നെ ആയിരിക്കും നോർമൽ ഗുഡ്സ് എന്ന് മലയാളം, ഇംഗ്ലീഷിനെ മലയാളവൽക്കരിച്ച് ചോദിക്കാം. ഇൻഫീരിയർ ഗുഡ്സ് അല്ലെങ്കിൽ ഡിഫിൻ ഗുഡ്സ് എന്നൊക്കെ പറയും ഇൻഫീരിയർ ഗുഡ്സിന്. അപ്പൊ ഈ ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാര്യമായിട്ട് ചോദിക്കുന്നത്. നോർമൽ ഗുഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സാധാരണ സാധനങ്ങളാണ്. അപ്പൊ ഇത് വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വരുമാനം എന്നുള്ള ഡിറ്റർമിനൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വരുമാനം കൂടുമ്പോൾ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങും. അതല്ലേ സ്വാഭാവികമായിട്ടും. വരുമാനം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സാധനങ്ങൾ കൂടുതൽ വാങ്ങുകയാണ് ചെയ്യാറ്. അത്തരം വസ്തുക്കളെയാണ് നോർമൽ ഗുഡ്സ് എന്ന് പറയാം. വരുമാനം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങുന്ന വസ്തുക്കളൊക്കെ സാധാരണ വസ്തുക്കളാണ്. അപ്പൊ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഓപ്പോസിറ്റ് ആയിരിക്കാം. അതായത് വരുമാനം കൂടുമ്പോൾ നമ്മൾ വാങ്ങുന്ന അളവ് കുറയുന്ന വസ്തുക്കളാണ്. ഇത് നോക്ക്, നമ്മൾ സാധാരണ എല്ലാ വസ്തുക്കളും നമ്മൾ വരുമാനം വാങ്ങുമ്പോൾ വരുമാനം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങും. എന്നാൽ ഈ വരുമാനം കൂടുന്നത് കൊണ്ട് വാങ്ങുന്ന അളവ് കുറയ്ക്കുന്ന വസ്തുക്കൾ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വരുമാനം കൂടുമ്പോൾ ഏതെങ്കിലും വസ്തുക്കൾ കുറയ്ക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ വസ്തുക്കളെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയാം. അത്തരം വസ്തുക്കൾ ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നത് ഗിഫിനാണ്, റോബർട്ട് ഗിഫിനാണ്. ഇതിന് ഗിഫിൻ ഗുഡ്സ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ അതൊന്നും നോക്കണം. നമ്മുടെ ഇൻഫീരിയർ ഗുഡ്സ് എന്താണെന്ന് വെച്ചാല് വരുമാനം കൂടുമ്പോൾ വാങ്ങുന്ന അളവ് അല്ലെങ്കിൽ ചോദനം കുറയുന്ന വസ്തുക്കളെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നു. അതുകൊണ്ട് മാറ്റി എഴുതിയാൽ മതി. നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുമ്പോൾ ചോദനം കൂടുന്ന വസ്തുക്കളെ നോർമൽ ഗുഡ്സ് എന്നും, വരുമാനം കൂടുമ്പോൾ ചോദനം കുറയുന്ന വസ്തുക്കളെ എന്ത് ചെയ്യാണ്? ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് പറയാം. തരം താണ വസ്തുക്കൾ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പഴയ കാലത്ത് ഇൻഫീരിയർ ഗുഡ്സിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വെറുതെ പറയുന്ന ഒരു ഉദാഹരണം. പഴയ കാലത്ത് ഒരു വീട്ടിൽ കുറെ കുട്ടികൾ ഉണ്ട് ഇരിക്കുക. ഒരു 8 ആൺകുട്ടികൾ തന്നെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികളെ രക്ഷകളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമുള്ള ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് പോറ്റുക എന്നുള്ളത് പഴയ കാലത്ത് വളരെ പ്രയാസമാണെന്ന് വിചാരിക്കാം നമ്മൾ. അപ്പൊ ഇവരെന്ത് ചെയ്യാച്ചാല് ഒരു 2-3 കിലോ പൂള എന്ത് ചെയ്യും? പൂള വെട്ടി പിടിങ്ങിട്ടാണ് ഇട്ടുകൊടുക്കും. എന്നിട്ട് ഇങ്ങനെ വന്ന് വാരി തിന്ന് ഇങ്ങനെ നടക്കും. എന്നാൽ ഇപ്പൊ അവരെന്ത് ചെയ്യാണ്? ഈ 8 ആളും ഗൾഫ് പോയി വിചാരിക്കാം. ഗൾഫിലൊക്കെ പോയി വലിയ വലിയ മുതലാളിമാരായിട്ട്. അപ്പൊ ഇപ്പൊ അവരെന്ത് ചെയ്യാണ്? ഈ പൂള വാങ്ങും. അപ്പൊ അതിന് അന്ന് പൂള 4 കിലോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് പൂള വാങ്ങൂല. കാരണം അവര് വരുമാനം കൂടുമ്പോൾ പൂളയ്ക്ക് പകരം അവരെന്ത് ചെയ്യും? അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ വില കൂടിയ വസ്തുക്കൾ അവർ വാങ്ങുന്നുണ്ടാവും. അപ്പം വരുമാനം കൂടിയത് കൊണ്ട് ഈ താന്ന തരം വില കുറഞ്ഞ സാധനങ്ങൾ, ഈ ബാർലി, ചോളം തുടങ്ങിയ പൂള, തപ്പിയോക്ക എന്ന് പറയുന്ന സംഭവമൊക്കെ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വരുമാനം കൂടിയത് കൊണ്ട് നമ്മൾ കുറച്ച് വാങ്ങുക ചെയ്യാം. അതിന് പകരം നല്ല മുന്തിയതരം സാധനങ്ങളിലേക്ക് നമ്മൾ പോകും. അതാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്നുള്ളത്. നോക്കാം. വരുമാനം കൂടുമ്പോൾ ചോദനം കൂടുന്ന വസ്തുക്കളാണ് സാധാരണ വസ്തുക്കൾ. അതിന് ഉദാഹരണം എല്ലാ വാഹനങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഏത് ഉദാഹരണം എടുത്താലും നമുക്ക് അരിയാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ എല്ലാ വസ്തുക്കളും, കാറ്, ജീപ്പ്, ഇങ്ങനെയുള്ള എന്ത് സാധനങ്ങളാണോ അതൊക്കെ എന്താണ് സാധാരണ വസ്തുക്കൾക്ക് ഇത് ഉദാഹരണമില്ല. എന്നാൽ വരുമാനം കൂടുമ്പോൾ ചോദനം കുറയുന്ന വസ്തുക്കളെ ആണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയാം. അതിന് ഉദാഹരണമാണ് ഇപ്പം വജ്ര. എക്സാമ്പിൾ ആയിട്ട് ഇതിൽ പറയാം. വജ്ര, ചോളം, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പൂള. ഇപ്പൊ പൂളക്കൊക്കെ ഭയങ്കര വിലയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പൂള തുടങ്ങിയൊക്കെയാണ് ഇതിന് പറയാറുള്ളത്. ഇനി ഇതിനെ നോട്ട് എഴുതിയേക്കും.
സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും പ്രതിസ്ഥാന വസ്തുക്കളും അനുകൂല വസ്തുക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. പകരം ഉപയോഗിക്കുന്ന വസ്തുക്കൾ. കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ് ഒരുമിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഇത് ഇങ്ങനെ എക്കണോമിക്സിൽ ഇതിന്റെ വാക്കായിട്ട് മാറുമ്പോൾ ഒരു വസ്തുവിന്റെ വില വേറൊരു വസ്തുവിന്റെ ചോദനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു വസ്തുവിന്റെ വില ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ചായയും കാപ്പിയും എന്താണ്? ചായയും കാപ്പിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ചായക്ക് പകരം ഉപയോഗിക്കാവുന്ന വസ്തുവാണ് കാപ്പി. ചായയും കാപ്പി നമ്മൾ ഇതെന്താ വെച്ചാല് ചായയുടെ വില കൂടി എന്ന് വിചാരിക്കാം. ചായക്കുള്ള വില കൂടിയാൽ തീർച്ചയായിട്ടും ചായ കുടിക്കുന്നതിന് പകരം ആൾക്കാർ എന്ത് ചെയ്യും? കാപ്പിയിലേക്ക് പോകും. അപ്പൊ കാപ്പിയുടെ ചോദനം കൂടും അല്ലെ? അപ്പൊ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും. ചായന്റെ വില കൂടിയാൽ ഈ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ട് പോകും? കാപ്പിയിലേക്ക് പോകും. അപ്പൊ കാപ്പി വാങ്ങുന്ന അളവ് കൂടും. അപ്പൊ ഒരു സാധനത്തിന്റെ വില ഉണ്ടാവുന്ന വർധനവ് വേറൊരു സാധനത്തിന്റെ ചോദനം കൂട്ടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. എന്താ ഞാൻ പറഞ്ഞത്? ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാവുന്ന വർധനവ്, ഇതിന്റെ വില കൂടി അല്ലെങ്കിൽ വില വർദ്ധിച്ചു, വിലയിലുണ്ടാവുന്ന വർധനവ് എന്ത് ചെയ്തു? മറ്റൊരു സാധനത്തിന്റെ ചോദനം കൂട്ടുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നേരെ തിരിച്ചാണെങ്കിലോ ഒരു സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ ഇവിടുത്തെ ചോദനം എന്ത് ചെയ്യാണ്? കുറയാണെങ്കിൽ അല്ലെ? ഇതിന്റെ വില വർദ്ധിക്കുമ്പോൾ ഇതിന്റെ ചോദനം കുറയാണെങ്കിൽ അത് കോംപ്ലിമെന്ററി ആണ്. ഞാൻ പറഞ്ഞുതരാം. പെട്രോളും കാറും തമ്മിൽ എന്ത് ചെയ്യാണ്? കോംപ്ലിമെന്ററി ആണ്. പെട്രോളിന്റെ വില വർദ്ധിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ കാറിന്റെ ചോദനം, കാറ് വാങ്ങുന്ന അളവ് കുറയും അല്ലെ? ഇതിന്റെ വില വർദ്ധിച്ചപ്പോ ഇതിന്റെ ചോദനം വാങ്ങുന്ന അളവ് കൂടുകയാണ് ചെയ്തെങ്കിൽ പെട്രോളിന്റെ വില വർദ്ധിച്ചാൽ ഇനിയിപ്പോ ₹1 ₹2 വർദ്ധിച്ചുകൊണ്ട് കാർ വാങ്ങാതിരിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഒറ്റതിൽ 1000 രൂപയുടെ വർദ്ധിക്കുകയാണെങ്കിൽ, 1 ലിറ്ററിന് 1000 രൂപയാണെങ്കിലോ കാർ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അത് വലിയ പ്രയാസമായിരിക്കും. അപ്പൊ ഇവിടെ നോക്ക്, ഒരു സാധനത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ വേറെ സാധനത്തിന്റെ ചോദനം കൂടുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതോ ഒരു വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ വേറെ വസ്തുവിന്റെ ചോദനം കുറയുകയാണെങ്കിൽ അത് കോംപ്ലിമെന്ററി ആണ്. പക്ഷെ നമുക്ക് ഇതിൽ എന്താ ഉണ്ടാകുക? കുറെ ജോഡികൾ തന്നിട്ട് തിരിക്കാൻ എളുപ്പമാണ്. കാരണം നോക്കി, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. രണ്ടും ഇതിന് പകരം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്, കോംപ്ലിമെന്ററി ആണ്. നമുക്ക് തിരിക്കാനുണ്ടാവില്ല. തിരിക്കാനുള്ള ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഇതെന്താന്ന് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും തമ്മിൽ എന്താ വ്യത്യാസം വെച്ചാൽ, ഒരു സാധനത്തിന്റെ വില ഉണ്ടാവുന്ന വർധനവ് മറ്റൊരു സാധനത്തിന്റെ ചോദനം കൂട്ടുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ടും, ഒരു വസ്തുവിന്റെ വില ഉണ്ടാവുന്ന വർധനവ് മറ്റൊരു വസ്തുവിന്റെ ചോദനം കുറയ്ക്കുകയാണെങ്കിൽ അത് കോംപ്ലിമെന്ററി ആണ്. ഇവിടെ നോക്കാം, നമ്മള് സബ്സ്റ്റിറ്റ്യൂട്ടും കോംപ്ലിമെന്ററിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ചെറിയ വ്യത്യാസമുള്ളൂ. ഒരു വസ്തുവിന്റെ വില ഉണ്ടാവുന്ന വർധന മറ്റൊരു വസ്തുവിന്റെ ചോദനം അല്ലെ? ഇവിടെ വരെ സെയിം. ഒരു വസ്തുവിന്റെ വില ഉണ്ടാവുന്ന വർധന മറ്റൊരു വസ്തുവിന്റെ ചോദനം. ഇവിടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട്, കുറയ്ക്കുകയാണെങ്കിൽ അത് കോംപ്ലിമെന്ററി അല്ലേ? ഇവിടെ ഒരേ സെയിം ആണ്. ഇവിടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ കുറയ്ക്കുകയാണ്. അതേ വ്യത്യാസമുള്ളൂ. ഇതിന് ഉദാഹരണമാണ് ചായ കാപ്പി, ഇതിന് ഉദാഹരണമാണ് കാറ് പെട്രോൾ. നമ്മൾ ഇനി എങ്ങനെയാണ് സാധാരണ രീതിയിൽ ചോദ്യം ചോദിക്കാന്നുള്ളതും കൂടെ നോക്കാം. തന്നിരിക്കുന്ന ജോഡികളെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണോ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണോ എന്ന് തിരിക്കാനാണ് ചോദ്യം. അപ്പൊ ഇത് ഞാൻ തിരിക്കുന്നത് നോക്കാം. ഇത് ഇവിടെ തന്നെ തൽക്കാലം ഇവിടെ തന്നെ തിരിക്കാൻ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഇത് കോംപ്ലിമെന്ററി ആണ്, ഇത് കോംപ്ലിമെന്ററി ആണ്, ഇത് കോംപ്ലിമെന്ററി ആണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഇത് കോംപ്ലിമെന്ററി ആണ്, ഇത് കോംപ്ലിമെന്ററി ആണ്. അപ്പൊ ഇത് നമ്മൾ എത്ര സ്പീഡിലാണ് ഞാൻ തിരിച്ചത്? ഇത് തിരിച്ചതെല്ലാം ശരിയാണോ? തിരിച്ചതെല്ലാം ശരിയാവണമെന്നില്ല. ഞാൻ വെറുതെ ഇങ്ങോട്ട് തിരിച്ചതാണ്. പക്ഷെ ഇതേ സ്പീഡിൽ നമുക്കിത് തിരിക്കാൻ പറ്റും. കാരണം എന്താണെന്നറിയോ? ഇതിന് എന്താണ് ഒരു വസ്തുവിന്റെ വില ഉണ്ടാകുന്ന മറ്റൊരു വസ്തുവിന്റെ ചോദനം വർദ്ധിപ്പിക്കുന്നുള്ളതൊന്നും നോക്കണ്ട. ഇത് എന്ത് ചെയ്താൽ മതി? ഇതേ സ്പീഡിൽ നമുക്ക് തിരിക്കാവുന്ന ഒരു ട്രിക്ക് ഉണ്ട്. കാരണം ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കോംപ്ലിമെന്ററി, അതിന് പകരം ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇത് മാത്രം മനസ്സിലാക്കി നമുക്ക് തിരിക്കാം. എന്താണ്? ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കോംപ്ലിമെന്ററി, പകരം ഉപയോഗിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അത് ഒരുമിച്ചാണോ ഉപയോഗിക്കുന്നത് പകരമാണോ നോക്കിയാൽ മതി. ഇനി ഒന്ന് തിരിച്ചു നോക്കാം നമുക്ക്.
അപ്പൊ ശരിക്കും ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ തിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് 2 കോളം വെച്ച് ഒരു കോളത്തിന്റെ ഹെഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇവിടെ കോംപ്ലിമെന്ററി എന്നൊക്കെ എഴുതിയിട്ട് ഇത് നിർത്തിട്ട് ഇതിവിടെ എന്നാക്കി തിരിക്കണം. ഇപ്പൊ തൽക്കാലം നമ്മൾ നേരെ തിരിക്കുകയാണ്. എന്താണ് ഇത് സംഭവം നോക്കാം. കാറ് പെട്രോൾ ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത് അല്ലെ. കാറ് വേറെയും പെട്രോൾ വേറെ ഉപയോഗിക്കുന്നത്. കാറും പെട്രോൾ ഒരുമിച്ചാണ്. ഇത് കോംപ്ലിമെന്ററി ആണ് അല്ലെ. ഇത് കോംപ്ലിമെന്ററി ആണ്. പെന്ന് വേറെ മഷി വേറെയല്ല. ഇതും കോംപ്ലിമെന്ററി തന്നെയാണ്. രണ്ടും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. പെന്നും പെൻസിലും ഒരുമിച്ചല്ല ഉപയോഗിക്കുന്നത്. പെന്ന് അല്ലെങ്കിൽ പെൻസിലാണ്. അപ്പൊ ഇതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ചോറ് വേറെയും കറി വേറെയും ആരും തന്നെയല്ല. ചോറും കറി ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് കോംപ്ലിമെന്ററി ആണ്. ഇനി നെയ്ച്ചോറും ബിരിയാണി ഒരുമിച്ച് കൂട്ടി വയ്ക്കല്ല. നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി എന്നുള്ളത്. അപ്പൊ ഇതെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി പാന്റും ഷർട്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. പാന്റ് മുണ്ട് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. പാന്റും ഷർട്ടും ഒരുമിച്ച് ഉപയോഗിക്കായതുകൊണ്ട് ഇത് കോംപ്ലിമെന്ററി ആണ്. ഒരുമിച്ചാണ്. സാരി ബ്ലൗസും സാരിക്ക് പകരമല്ല ബ്ലൗസ്. സാരി ഇട്ട് ധരിച്ച് ബ്ലൗസ് ഇടാതെക്കാൻ പറ്റില്ല. സാരി ബ്ലൗസ് ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. അത് എന്താണ്? കോംപ്ലിമെന്ററി ആണ്. ചെരുപ്പ്, ഒരു കാലിൽ ചെരുപ്പല്ല ഉപയോഗിക്കുന്നത്. അത് ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് എന്നാണ്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി ബ്രെഡും ജാമും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്. ചിലർ ജാമ് വാരി തിന്നും, അത് കൂട്ടൂല. ബ്രെഡും ജാമും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെന്താണ്? കോംപ്ലിമെന്ററി ആണ്. അപ്പൊ തിരിക്കുന്നത് എന്താണ്? ഒരുമിച്ചാണോ അല്ലെങ്കിൽ പകരമാണോ എന്ന് ചോദിക്കാം. ഒരുമിച്ചാണ് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും ഇങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന എന്താണ് കോംപ്ലിമെന്ററിയും പകരം ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആകെ കൺഫ്യൂഷൻ ആയി. ആ പരീക്ഷന്റെ സമയത്ത് ഏതോ ഒന്ന് ഒരുമിച്ച് ഉപയോഗിക്കുന്നത്, ഏതോ ഒന്ന് പകരം ഉപയോഗിക്കുന്ന ഏതോ ഒന്ന്. ഈ പേര് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാൽ സകലതും തെറ്റും. അപ്പൊ നമ്മൾ ശരിക്കും ഓർമ്മ വെക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫുട്ബോൾ കളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതെന്താണ്? 11s കളിക്കുമ്പോൾ 11 ആളായിരിക്കും ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും? ഒരാളിങ്ങോട്ട് കയറിയിട്ട് പകരം ഇറങ്ങുന്ന ആളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സബ് എന്ന് പറയാം. അല്ലാതെ രണ്ടാളും കൂടി കൈ പിടിച്ച് കളിക്കല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുമ്പോൾ ഒരാള് എന്ത് ചെയ്യുന്നു? കയറുമ്പോൾ അതിന് പകരം ഇറങ്ങുക. അപ്പൊ പകരത്തെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്നതാണ് കോംപ്ലിമെന്റ്. അപ്പൊ ഏതൊന്നും ഓർത്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പകരം ഇറങ്ങാണ് എന്നുള്ളത് ഓർത്താൽ മതി. പകരം ഉപയോഗിക്കുകയാണ്. ഓക്കെ. ഈ പാഠത്തിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഭാഗങ്ങളുണ്ട്. അതായത് ചോദനത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചിത്രം വരയ്ക്കുക. ഇത് അതേപോലെ തന്നെ ഡിമാൻഡ് കർവ് വരയ്ക്കാനുണ്ട്. പിന്നെ ഇലാസ്തികതയുമായി ബന്ധപ്പെട്ട കണക്കുകൾ ചെയ്യാനും ഇലാസ്തികത സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ കൂടെ വേണ്ടിവരും. ഈ വീഡിയോയിൽ മൊത്തമായിട്ട് പോകാത്തതുകൊണ്ടാണ് ഇതിന്റെ തൊട്ട് പിന്നിൽ തന്നെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നുണ്ട്. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. കാരണം പരീക്ഷ ഒരുപാട് വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ വരുന്നവരെ